ഹായ്, വെൽക്കം ടു സ്റ്റഡി ത്രില്ലർ. 9ാം ക്ലാസ്സിൻ്റെ ആദ്യത്തെ ഹിന്ദി ക്ലാസ്സാണ്. നമ്മൾ മാത്സിൻ്റെ ഒരു പാർട്ട് ക്ലാസ് മാത്രമേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. സോ ഇന്ന് ഹിന്ദി സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇന്ന് നമ്മൾ ഹിന്ദിയിലെ ആദ്യത്തെ യൂണിറ്റിലെ ചട്പട്ട് ഓർ നട്കട്ട് എന്ന കഹാനിയാണ് പഠിക്കാൻ പോകുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് രമേശ് ഉപാധ്യായ ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് കഥയുടെ പേര്? ചട്പട്ട് ഓർ നട്കട്ട്. സോ ഇത് കഹാനിയാണ്, ഒരു കഥയാണ്. രമേശ് ഉപാധ്യായ എഴുതിയ ചട്പട്ട് ഓർ നട്കട്ട്. ചട്പട്ട് നട്കട്ട് എന്ന് പറയുന്നത് രണ്ട് ബ്രദേഴ്സാണ്. ചട്പട്ട് എന്ന് പറഞ്ഞാൽ വേഗതയുള്ളതെന്നാണ്, വേഗത്തിലുള്ളത്. ചട്പട്ട്, ചടയ പടയ എന്നൊക്കെ ഓർത്ത് വെച്ചേക്കുക. നട്കട്ട് വികൃതി. അപ്പോൾ പേര് പോലെ തന്നെ അവരുടെ സ്വഭാവവും അങ്ങനെയൊക്കെ തന്നെയാണ്. കഥ വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. സോ കഥയിലേക്ക് പോകാം. ഏക് ദ ചട്പട്ട് ഏക് ദ നട്കട്ട്. ഏക് ദ ചട്പട്ട്, ഒരു ചട്പട്ട് ഉണ്ടായിരുന്നു. ഏക് ദ നട്കട്ട്, അതേപോലെ ഒരു നട്കട്ടും ഉണ്ടായിരുന്നു. ചട്പട്ട് ബഡാദ, ചട്പട്ട് വലിയവനായിരുന്നു. നട്കട്ട് ചോട്ട, നട്കട്ട് ചെറുതായിരുന്നു. അതായത് ചട്പട്ട് മൂത്ത ആളായിരുന്നു. ബ്രദേഴ്സാണെന്ന് പറഞ്ഞില്ലേ, അതിൽ മൂത്ത ആളായിരുന്നു ചട്പട്ട്, ഇളയ ആളായിരുന്നു നട്കട്ട്. ബഡാ കേവൽ 2 സാൽ ബഡാ ഥാ, മൂത്തവന് 2 വയസ്സായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. ചോട്ട കേവൽ 2 സാൽ ചോട്ട, അതുപോലെ ഇളയവന് 2 വയസ്സ് കുറവ്. അത് പിന്നെ അങ്ങനെ ആയിരിക്കുമല്ലോ അല്ലേ, മൂത്ത ആൾക്ക് 2 വയസ്സ് കൂടുമ്പോൾ ഇളയ ആൾക്ക് 2 വയസ്സ് കുറയാതെ പിന്നെ എങ്ങനെ? ദോനോ സ്കൂൾ മേം പഠിത്തത്, 2 പേരും സ്കൂളിൽ പഠിക്കുന്നവരായിരുന്നു. ചട്പട്ട് 5वीं में, നട്കട്ട് तीसरी में. ചട്പട്ട് 5वीं में, 5 5, 5वीं 5ാം ക്ലാസ്സിലായിരുന്നു. ചട്പട്ട് പഠിച്ചിരുന്നത് 5ാം ക്ലാസ്സിലായിരുന്നു. നട്കട്ട് तीसरी में, നട്കട്ട് 3ാം ക്ലാസ്സിൽ. घर से दोनों भाई साथ साथ स्कूल जाते और साथ साथ ही वापस घर आते. घर से വീട്ടിൽ നിന്ന്, ദോനോ ഭായ് 2 സഹോദരന്മാരും, സാത്ത് സാത്ത് ഒരുമിച്ചായിരുന്നു, സ്കൂൾ ജാത്ത് സ്കൂളിൽ പോകുന്നത്. ഓർ സാത്ത് സാത്ത് ഹി, അതുപോലെ ഒരുമിച്ച് തന്നെയായിരുന്നു, വാപ്പസ് കർ ആത്തെ തിരിച്ച് വീട്ടിൽ വരുന്നതും. അപ്പോൾ നട്കട്ട് ചട്പട്ട്, നട്കട്ട് മൂത്തയാൾ, ചട്പട്ട് ഇളയാൾ. 2 പേരും സഹോദരന്മാരായിരുന്നു. അവർ തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസം 2. മൂത്തയാൾ 5ാം ക്ലാസ്സിലും ഇളയാൾ 3ാം ക്ലാസ്സിലുമായിരുന്നു. 2 പേരും ഒരുമിച്ചായിരുന്നു സ്കൂളിൽ പോകുന്നത്, അതുപോലെ ഒരുമിച്ചായിരുന്നു സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. സെക്കൻഡ് പാരഗ്രാഫ്. വേ ഏക് ഗാവ് മേ രഹത്തെ ഥേ. വേയുടെ മീനിങ് എന്താണ്? നമ്മൾ ഫൗണ്ടേഷൻ ക്ലാസ്സിൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേയുടെ മീനിങ് അവർ, അവ, അദ്ദേഹം, ഇങ്ങനെ 3 മീനിങ്ങുകളുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ അവർ എന്നുള്ള മീനിങ്ങാണ് ആവശ്യം. വേ ഏക്ക്, അവർ ഒരു, ഗാവ് മേ രഹത്തെ ഥേ, ഗ്രാമത്തിലാണ് താമസിച്ചിരുന്നത്. സ്കൂൾ ഉൻകെ ഗാവ് മേ നഹി, പക്ഷേ അവരുടെ സ്കൂള് അവരുടെ ഗ്രാമത്തിലല്ലായിരുന്നു. അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലായിരുന്നു. ദൂർ ദൂസരെ ഗാവ് മേ ഥാ, അവരുടെ സ്കൂള് ദൂരെയുള്ള മറ്റൊരു ഗ്രാമത്തിലായിരുന്നു. അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലായിരുന്നു, മറ്റൊരു ഗ്രാമത്തിലായിരുന്നു അവരുടെ സ്കൂൾ. വഹാം തക് പൈതൽ ജാനാ പടുത്താത, വഹാം തക് അവിടെ വരെ, പൈതൽ ജാനാ പടുത്താത നടന്നു പോകണമായിരുന്നു. അപ്പോൾ അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലാത്തത് കൊണ്ട് അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു അവർ പഠിക്കുന്നത്. അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലേക്ക് അവർക്ക് നടന്നു പോകേണ്ടതുണ്ടായിരുന്നു. ഓർ പൈതൽ ഹി വാപ്പസ് ആനാ പടുത്ത, അതുപോലെ അങ്ങോട്ട് നടന്നു പോകുന്നത് പോലെ തന്നെ ഇങ്ങോട്ട് നടന്നു തന്നെ വരണമായിരുന്നു. ജാത്തെ സമയ് രാസ്തേമേം ഉന്നെ കൈ ചീസേ മിൽത്തി, അങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, രാസ്തേമേം രാസ്ത വഴി, വഴിയിൽ, ഉന്നയും അവർക്ക്, കൈ ചീസേം ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് വസ്തുക്കൾ, മിൽത്തീതി കിട്ടുമായിരുന്നു. അതായത് അവർക്ക് ഒരുപാട് കാഴ്ചകളൊക്കെ കാണാനുണ്ടായിരുന്നു. എൻ്റർടൈൻമെൻറ്റൊക്കെ ഉണ്ടായിരുന്നു പോകുന്ന വഴിക്ക്, വെറുതെ അങ്ങ് നടന്നു പോകാനല്ല. എന്തൊക്കെ ഉണ്ടായിരുന്നു നോക്കിയേ? പോക്കർ, കുളം ഉണ്ടായിരുന്നു. ബർഗത്, ബർഗത് വടവൃക്ഷം എന്ന ഹിന്ദിയിൽ എഴുതിയിട്ടുണ്ട്. വടവൃക്ഷം മീൻസ് ആൽമരം, ബനിയൻ ട്രീ ഉണ്ടായിരുന്നു. കേത്ത് വയലുണ്ടായിരുന്നു. ബാഗ് തോട്ടമുണ്ടായിരുന്നു. നാല തോട്, ഓർ നദി, പിന്നെ നദി. നമ്മൾ ഡോറയുടെ പ്രയാണം കണ്ടിട്ടില്ലേ, അതിനകത്തൊക്കെ പറയത്തില്ലേ, പോക്കർ, ബർഗത്, കേത്ത്, ബാഗ്, നാല, നദി, കുളം, ആൽമരം, വയൽ, തോട്ടം, തോട്, നദി, അങ്ങനെയൊക്കെ നമുക്ക് പറഞ്ഞു പോകും. അങ്ങനെ ഇവരും അതുപോലെ പറഞ്ഞായിരിക്കും പോകുന്നത്. നോക്കട്ടെ. വാപ്പസ് ആനെ പർ ഹി രാസ്തേമേം ഉന്നയും കൈ ചീസേ മിൽത്തി ഥി, തിരിച്ചു വരുമ്പോഴും ഇതേപോലെ അവർക്ക് വഴിയിൽ ഒരുപാട് സാധനങ്ങൾ കാണാൻ പറ്റും. അതായത് അങ്ങോട്ട് പോകുന്ന വഴി തന്നെയാണ് അവർ തിരിച്ചും വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ തിരിച്ചു വരുമ്പോഴും കാണാമല്ലോ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, തിരിച്ചു വരുമ്പോൾ കാണുമ്പോൾ ഓർഡർ മാറും. അതായത് അങ്ങോട്ട് പോകുമ്പോൾ ആദ്യം കണ്ട കാഴ്ചകൾ ഇങ്ങോട്ട് വരുമ്പോൾ അവസാനമായിരിക്കും കാണുന്നത്. അതുപോലെ അങ്ങോട്ട് പോകുമ്പോൾ അവസാനം കണ്ട കാഴ്ചകൾ ഇങ്ങോട്ട് വരുമ്പോൾ ആദ്യമായിരിക്കും കാണുന്നത്. അത് തന്നെയാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞെന്തായിരുന്നു? പോക്കർ, ബർഗത്, കേത്ത്, ബാഗ്, നാല, നദി, ഇതായിരുന്നു ഓർഡർ. ഇപ്പോൾ ഇതാ തിരിച്ച് ഓർഡർ എഴുതി വെച്ചിട്ടുണ്ട്. നദി, നാല, ബാഗ്,
കേത്ത് ബർഗദ് ഓർ പോക്കർ. ഓക്കെ, നേരത്തെ പറഞ്ഞ് നേരെ തിരിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ചട്പട് തേസ് തേസ് ചൽത്താത. ചട്പട് വളരെ വേഗത്തിലായിരുന്നു നടക്കുന്നത്. നട്കട് ധീരെ ധീരെ. നട്കട് പതുക്കെ പതുക്കെ. ചട്പട് ബർഗദ് തക് പहुंच जाता तब तक നട്കട് പോക്കർ തക് ही पहुंच जाता. ഓക്കെ, ചട്പട് ബർഗദ് വരെ എത്തുമ്പോൾ, ബനിയൻ ട്രീ വരെ എത്തുന്ന സമയത്ത് നട്കട് എവിടെ എത്തുള്ളൂ? പോക്കർ കുളത്തിലേ എത്തത്തുള്ളൂ, കുളത്തിൻ്റെ ആ ഭാഗത്തേ എത്തത്തുള്ളൂ. ചട്പട് ബാഗ് തക് പहुंच जाता. ഇനി ചട്പട് തോട്ടത്തിൻ്റെ അടുത്തെത്തുന്ന സമയത്ത് നട്കട് എവിടെ എത്തും? നട്കട് കേത്ത് തക് ഹി പहुंच होता. കേത്ത് വയൽ വരെ എത്തുന്നുള്ളൂ. ചട്പട് നദി തക് പहुंच जाता. ചട്പട് നദി വരെ എത്തുന്ന സമയത്ത് തബ് തക് നട്കട് നാലെ തക് പहुंच जाता होता. നട്കട് നാല് തോട് വരെ എത്തുന്നുള്ളൂ, അതിന് തൊട്ട് മുമ്പുള്ള സ്ഥലം, അവിടെ വരെ എത്തുന്നുള്ളൂ. അതായത് നട്കട് പതുക്കെ പതുക്കെയാണ് വരുന്നത്. ചട്പട് വളരെ വേഗത്തിൽ പോകുന്നുണ്ട്, നട്കട് പതുക്കെ പതുക്കെയാണ് വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള കഥകളൊക്കെ എന്തായിരുന്നു? രണ്ടുപേരും ഒരു ഗ്രാമത്തിലായിരുന്നു താമസിക്കുന്നത്. അവരുടെ ഗ്രാമത്തിൽ സ്കൂളില്ലാത്തത് കൊണ്ട് അടുത്ത ഗ്രാമത്തിലെ സ്കൂളിലായിരുന്നു. അവർക്ക് നടന്നു പോകേണ്ടി വരുമായിരുന്നു. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഈ പറഞ്ഞതൊക്കെ. അപ്പോൾ ചട്പട് വളരെ വേഗത്തിലും നട്കട് വളരെ പതുക്കെയുമാണ് പോകുന്നത്. മാംകി ഹിദായത്ത് ദി. ഹിദായത്ത് നിർദ്ദേശമാണ്. ഇവരുടെ അമ്മ അവർക്കൊരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് നോക്കിയോ? കി ചട്പട്കോ. ചട്പടിന് കൊടുത്ത നിർദ്ദേശം എന്താണെന്ന് നോക്കിയേ? ചോട്ടെ ഫായിക്ക ധ്യാൻ രഖ്ന. ഇളയ സഹോദരനെ നോക്കിക്കോണമെന്ന്, അനിയനെ ശ്രദ്ധിച്ചോണം എന്ന് അമ്മ ചട്പടിനോട് പറഞ്ഞിട്ടുണ്ട്. നട്കട്കോ, ഇനി നട്കടിനോട് പറഞ്ഞത് അപ്പനി സാത്ത് ഹി രഖ്ന ഹെ. അവൻ്റെ കൂടെ തന്നെ പോകണേ, അതായത് ചട്പടിൻ്റെ കൂടെ തന്നെ പോകണേ എന്ന് ഇളയ നട്കടിനോടും പറഞ്ഞു. നട്കടിനെ ശ്രദ്ധിച്ചോളണം എന്ന് ചട്പടിനോടും അമ്മ പറഞ്ഞു. ഇസിലിയെ, ഇതുകൊണ്ട് ചട്പട് കോ ആകെ നികൽ ജാനെ പർ പീച്ചെ മുടുക്കർ ദേഖനപ്പെടുത്ത. ചട്പട് ആകെ നികൽ ജാനെ പർ, മുൻപേ നടന്നു പോകുന്നതോടൊപ്പം തന്നെ പീച്ചെ മുടുക്കർ ദേഖനപ്പെടുത്ത. പീച്ചെ പിറകിലേക്ക്, മുടുക്കർ മുടിന തിരിയുക, മുടുക്കർ തിരിഞ്ഞിട്ട്. അപ്പോൾ പീച്ചെ മുടുക്കർ ദേഖനപ്പെടുത്ത, പിറകിലേക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരുമായിരുന്നു. കാരണം ലവൻ കൂടെ ഉണ്ടോയെന്ന് അറിയണ്ടേ. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചട്പടിന് നട്കടിന് തിരിഞ്ഞു നോക്കേണ്ടി വരുമായിരുന്നു. ഉന്നയും നട്കട് കി പുകാർ കർ ജൽദി ചലനേക്ക് ലിയെ കഹനപ്പെടുത്ത. അതുമാത്രമല്ല, തിരിഞ്ഞു നോക്കിയിട്ട് നട്കട് കോ പുകാർ കർ, നട്കടിനെ വിളിച്ചിട്ട് ജൽദി ചലനേക്ക് ലിയെ, ജൽദി പെട്ടെന്ന്, ജൽദി ചലനേക്ക് ലിയെ പെട്ടെന്ന് വരാനായിട്ട് കഹനപ്പെടുത്ത പറയേണ്ടി വരുമായിരുന്നു. അവൻ പതുക്കെ അവിടെ നിന്ന് ഇഴഞ്ഞിഴഞ്ഞ് നടന്നു വരും. അപ്പോൾ ചട്പട് നേരത്തെ പോയിട്ട്, ചട്പട് മുൻപേ വേഗത്തിൽ പോയിട്ട് തിരിഞ്ഞു നോക്കിയിട്ട് നട്കടിനെ വിളിക്കും. എടാ വേഗം പാടാ, വേഗം പാടാന്ന് പറഞ്ഞുകൊണ്ട്. ബാർ ബാർ രുക്ക് കർ നട്കട് കാ ഇന്തസാർ കർണപ്പെടുത്ത. ഇടയ്ക്കിടയ്ക്ക് ചട്പടിന് നിൽക്കേണ്ടി വരും. കാരണം നട്കട് നടന്നെത്താൻ വേണ്ടി ചട്പട് വെയിറ്റ് ചെയ്യും. അവൻ നടന്നെത്തിയതിന് ശേഷം പിന്നെ രണ്ടുപേരും കൂടി നടന്നു പോകും. വീണ്ടും കുറച്ച് ദൂരം എത്തുമ്പോഴത്തേക്കും ചട്പട് മുന്നിലും നട്കട് പിറകിലും ആകും. അപ്പോൾ ചട്പടിന് വീണ്ടും നിൽക്കേണ്ടി വരും അവ എത്തുന്നത് വരെ. ഇതിങ്ങനെ റിപ്പീറ്റ് ആയിക്കൊണ്ടേയിരിക്കും. കബി സ്കൂൾ ജാനേക്ക് ലിയെ ദേരി ഹോത്തി. ചിലപ്പോഴൊക്കെ ഇങ്ങനെ സ്കൂളിൽ പോകാൻ ലേറ്റാകും. കാരണം അവനെ വലിച്ച ശേഷം കൊണ്ടങ്ങ് എത്തണമല്ലോ, അതുകൊണ്ട് ലേറ്റാകും. നട്കട് ഹാത്ത് പകഡ്കർ അപ്പനെ സാത്ത് ദൗഡ നാഫിപ്പെടുത്ത. സ്കൂളിൽ പോകാൻ ലേറ്റാകുന്ന ദിവസങ്ങളിൽ ചട്പട് നട്കടിൻ്റെ കയ്യിൽ പിടിച്ച് അവനെ കൊണ്ട് ഓടിക്കൊണ്ട് പോകും, അവനെയും കൂടി ഓടിച്ചുകൊണ്ട് പോകും. ചട്പട് പരേശാൻ ഹോ ജാത്ത. അങ്ങനെ ചട്പടിൻ്റെ ഇതൊരു വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഓർ കർ ലൗട്ട് കർ, തിരിച്ച് വീട്ടിലെത്തിയിട്ട് മാംസെ ശിക്കായത് കർത്ത, അമ്മയോട് പരാതി പറയും. എന്താ പറയുന്നത്? മാം ചോട്ടാ ബഹുത്ത് പരേശാൻ കർത്താ ഹേ. ചെറിയവൻ, അതായത് അവൻ അനിയൻ, ബഹുത്ത് പരേശാൻ കർത്താ ഹേ, ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നൊക്കെ അമ്മയോട് പരാതി പറയും. അവൻ നടന്നു വരുന്നില്ല, അവനെ എനിക്ക് വിളിച്ചുകൊണ്ട് പോകാനേ സമയമുള്ളൂ, വിളിച്ചിട്ട് അവൻ പതുക്കെ നടന്നു വരുന്നുള്ളൂ എന്നൊക്കെ അമ്മയോട് പരാതി പറയും. പക്ഷേ അമ്മ മറുപടി പറയുന്നത് എന്താ നോക്കിയേ? ചോട്ടാ ഹേനാ, ചെറുതല്ലി, അനിയനല്ലി. മാം മുസ്കുരാതെത്തി, അങ്ങനെ പറഞ്ഞുകൊണ്ട് അമ്മ ചിരിക്കും. ഓർ ബഡേക്കോത്തോ ചോട്ടേക്കാ ധ്യാൻ രഖ്ന ഹി പെടുത്താ ഹേ. മാത്രമല്ല മുതിർന്ന ആൾക്കാർ ഇളയവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. അതുകൊണ്ട് അവൻ പതുക്കെ നടന്നു വന്നാലും നീ അവനെ ശ്രദ്ധിച്ച് വിളിച്ച് കൂടെ കൊണ്ടുവരിക എന്ന് പറയും. അല്ലാതെ നട്കടിനെ അമ്മ വഴക്ക് പറഞ്ഞിട്ടില്ല. അവൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനായിട്ട് ചട്പടിനോട് കുറച്ചുകൂടി കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കും, അത്രയേ ഉള്ളൂ. ചട്പട് ചുഞ്ചലാത്ത. ചട്പടിന് നല്ല ദേഷ്യവും വിഷമവും ഒക്കെ വരുന്നുണ്ട്, എന്തൊക്കെയോ പറയണമെന്ന് അവനുണ്ട്. പർക്കുച്ച് കഹനപാത്ത, പക്ഷെ ഒന്നും പറയാൻ പറ്റുന്നില്ല. ബെഡാത്ത, മൂത്തതായി പോയില്ലേ. ചോട്ടാക്ക ധ്യാൻതോ ഉസേരഗനാഹിത, ചെറിയവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ, അതുകൊണ്ട് അവനൊന്നും പറയാൻ പറ്റുന്നില്ല. ദേഷ്യവും വിഷമമൊക്കെ വരുന്നുണ്ടെങ്കിലും പ്രതികരിക്കാൻ പറ്റുന്നില്ല. ലേക്കിൻ പക്ഷേ ഉസേ ലഗുത്ത, അവന് തോന്നുന്നു കി നട്കട് കുച്ച് സ്യാദാ ഹി നട്കട് ഹേ, ഈ നട്കട് എന്ന് പറയുന്നവൻ കുറച്ച് കൂടുതൽ നട്കടാണ്, കുറച്ച് കൂടുതൽ വികൃതിയാണ് എന്ന് ചട്പടിന് തോന്നുന്നുണ്ട്. രാസ്ത ചലത്തെ രുക്കർ പോക്കർ കെ പാനി കെ അന്തർ കി മछलियां और പാനി കെ ഊപ്പർ കി ബതുക്കേം ദേഖ്നെ ലഗുത്ത ഹേ. ഇവൻ ഈ നട്കട് വളരെ താമസിച്ചാണ് വരുന്നതെന്ന് പറഞ്ഞല്ലോ, പതുക്കെ പതുക്കെ വരുന്നതെന്ന് പറഞ്ഞില്ലേ. പക്ഷേ യഥാർത്ഥത്തിൽ അതവന് സ്പീഡ് കുറഞ്ഞത് കൊണ്ടല്ല, നടന്നു വരുന്നതിനിടയ്ക്ക് അവൻ ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട്. ആ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. രാസ്ത ചലത്തെ രുക്കർ,
അപ്പോൾ വഴിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്നതിനിടയ്ക്ക് നിന്നിട്ട് പോക്കർക്കെ പാനിക്കെ അന്തർ, കുളത്തിലെ വെള്ളത്തിനുള്ളിലുള്ള മച്ചിലിയോ മീനുകളുണ്ടല്ലോ കുളത്തിലെ വെള്ളത്തിനുള്ളിൽ, അതിനെ നോക്കും. അതുപോലെ തന്നെ പാനിക്കെ ഊപ്പർ, വെള്ളത്തിൻ്റെ മുകളിലുള്ള ബതക്കേം, താറാവുകൾ, ദേക്കിനെ ലഗത്ത, ഇതിനെയൊക്കെ നോക്കും. കുളത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വെള്ളത്തിനകത്തുള്ള മീനിനെയും വെള്ളത്തിന് പുറത്തുള്ള താറാവിനെയും ഒക്കെ നോക്കും. അതിനെയൊക്കെ നോക്കിക്കൊണ്ട് അവിടെ നിൽക്കും. അങ്ങനെയാണ് അവൻ ലേറ്റാകുന്നത്. ബർഗത് കി ഊപ്പർ സെ നീച്ചെ ആത്തി ജഡേം പകഡ്കർ ചൂൽനെ ലഗത്ത ഹേ. ബർഗത് കി ഊപ്പർ സെ, മരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ബനിയൻ ട്രീയുടെ കാര്യം പറഞ്ഞില്ലേ, ആൽമരത്തിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ആ മരത്തിൻ്റെ ഊപ്പർ സെ, മുകളിൽ നിന്ന്, നീച്ചെ ആത്തി, താഴേക്ക് വരുന്ന, ജഡേം, വേരുകളുണ്ടല്ലോ, ആൽമരം കണ്ടിട്ടുണ്ടാകുമല്ലോ. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന വേരുകൾ കണ്ടിട്ടില്ലേ, ആ വേരുകളുണ്ട്. അതിൽ പിടിച്ചിട്ട് പകഡ്കർ, അതിൽ പിടിച്ചിട്ട് ചൂലിനെ ലഗത്തായി, ആടിക്കളിക്കും. ഊഞ്ഞാലാടും, അതിൽ പിടിച്ച് ആടിക്കളിക്കും. അതൊക്കെയാണ് നട്കഡിൻ്റെ ആക്ടിവിറ്റീസ്. കുളം കണ്ടു കഴിഞ്ഞാൽ അതിനകത്തുള്ള മീനെ നോക്കണം, താറാവിനെ നോക്കണം. ആലമരം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ വാലിൽ പിടിച്ച് തൂങ്ങണം. ഇതൊക്കെയാണ് നട്കഡിൻ്റെ പരിപാടികൾ. കേത്ത് മേ ഗുസ്കർ കാനെ കി കോയി ചീസ് കോജിനെ ലഗത്തായി. അതുമാത്രമല്ല കേത്ത് മേ ഗുസ്കർ, അവർക്ക് വരുന്ന വഴിക്ക് കേത്തുണ്ടല്ലോ, വയലുണ്ടല്ലോ. അപ്പോൾ വയലിൽ കയറിയിട്ട് കാനെ കി കോയി ചീസ് കോജിനെ ലഗത്തായി, തിന്നാൻ വല്ലതും ഉണ്ടോ എന്ന് നോക്കും. ആ പരിപാടി കൂടി അവനുണ്ട്. ബാഗ് സെ ഗുസർനെ പർ ആം യാ അമരൂദ് തോടനെ ലഗത്തായി. ഇനി തോട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മാങ്ങയോ പേരയ്ക്കോ വല്ലതും ഉണ്ടോ എന്ന് നോക്കുക. ഒന്നിനെയും വെറുതെ വിടത്തില്ല. വയലിൽ കയറി വല്ലതും തിന്നാനുണ്ടോ എന്ന് നോക്കും. അവിടെ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ നേരെ തോട്ടത്തിൽ വന്നിട്ട് അവിടെ നിന്നും എന്തെങ്കിലും കിട്ടുമെങ്കിൽ നോക്കുക. മാങ്ങയും പേരയ്ക്കൊക്കെ പിച്ചുകൊണ്ട് പോവുക. നാലേക്കോ ഉദർ സെ ഇധർ ഓർ ഇധർ സെ ഉദർ ചലാങ്ക് ലഗാക്കർ പാർ കർനേക്ക കേൽ കേൽനെ ലഗത്തായി. അടുത്ത ആക്ടിവിറ്റി. അടുത്ത ഏതാ സ്ഥലം? അപ്പോൾ ഏതൊക്കെ കഴിഞ്ഞു? പോക്കർ കഴിഞ്ഞു, ബർഗത് കഴിഞ്ഞു, ബാഗ് കഴിഞ്ഞു. അടുത്ത സ്ഥലം ഏതാണ്? നാല്, തോട്. തോട്ടിലെത്തുമ്പോൾ ഇവരെന്താ ചെയ്യുന്നത് നോക്കിയേ. ഇവരല്ല, നട്കഡ് മാത്രമാണ് ഈ ആക്ടിവിറ്റീസ് എല്ലാം ചെയ്യുന്നത്. ചട്പട് മര്യാദയ്ക്ക് നടന്നു പോവുകയാണ്. പിറകെ വരുന്ന നട്കഡാണ് ഈ പറഞ്ഞ പരിപാടികളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നട്കഡിൻ്റെ ആക്ടിവിറ്റി എന്താണ്? നാലെ എത്തുന്ന സമയത്ത് ഉദർ സെ ഇധർ, അവിടെ നിന്ന് ഇങ്ങോട്ടും, ഓർ ഇധർ സെ ഉദർ, ഇവിടെ നിന്ന് അങ്ങോട്ടും, ചലാങ്ക് ലഗാക്കർ പാർ കർനേക്ക കേൽ കേൽനെ ലഗത്ത. തോട്ടിലെത്തുമ്പോൾ തോട്ടിൻ്റെ അപ്പുറം ഇപ്പുറം കിടന്ന് ചാടി കളിക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടും, അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടും, അങ്ങനെ ചാടി ചാടി കളിക്കും. തോട് ക്രോസ് ചെയ്ത് കളിക്കും. അതാണ് അവൻ്റെ പരിപാടി. തോട്ടിലെത്തുമ്പോൾ അവൻ്റെ പരിപാടി അതാണ്. ഇനി അടുത്തത് നദിയാണ്. നദിക്ക് പുൽ ബ്രിഡ്ജ്, പാലം. നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർനേക്കെ ബജായി. ബജായിയുടെ മീനിങ് പകരമാണ്. കെ ബജായി, പകരം. അതിന് പകരം. ഏതിന് പകരം? ഇപ്പോൾ പറഞ്ഞ കാര്യത്തിന് പകരം. അതായത് നദിക്ക് പുൽക്കോ ജൽദി സെ പാർ കർനേക്കെ ബജായി, നദിയിലെ പാലത്തിന് വളരെ വേഗത്തിൽ കടന്നു പോകുന്നതിന് പകരം, അതായത് പാലം ക്രോസ് ചെയ്ത് പെട്ടെന്ന് അപ്പുറത്തെത്തുന്നതിന് പകരം ഇവൻ എന്താ ചെയ്യുന്നത് നോക്കിയേ. ഉസ്കി മുണ്ടേരസെ, അതിൻ്റെ മുണ്ടേരെ മീൻസ് കൈവരി, റെയിലിങ്സ്, നമുക്ക് പിടിച്ചുകൊണ്ട് പോകാനായിട്ട് പാലത്തിൻ്റെ സൈഡിലൊരു കാണത്തില്ലേ, കൈ പിടിച്ചുകൊണ്ട് പോകുന്ന സാധനം, കൈവരി, അത് മുണ്ടേരസെ. അതിൻ്റെ അടുത്ത് നിന്നിട്ട് ഡിഗ്കർ, അതിനോട് ചേർന്ന് നടക്കും. എന്നിട്ട് നീച്ചെ, താഴെ, ബഹത്തി നദീക്കോ, പാലത്തിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ത് കാണാം? താഴെ കൂടെ നദി ഒഴുകുന്ന കാണാം. അപ്പോൾ പാലത്തിൻ്റെ കൈവരിയിൽ പിടിച്ച് അതിനോട് ചേർന്ന് നിന്നിട്ട് അവൻ എന്ത് ചെയ്യും? താഴെ കൂടി ഒഴുകുന്ന നദിയിൽ നോക്കി ഇങ്ങനെ നിൽക്കും. നിഹാറിനയിലേക്ക് താഴെ അതിങ്ങനെ നോക്കി സൂക്ഷിച്ച് നോക്കി കൊണ്ട് നിൽക്കും. ഇങ്ങനെയാണ് അവൻ ലേറ്റാകുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ പോകുന്ന വഴിക്ക് എന്തൊക്കെയുണ്ടോ അതിലെല്ലാത്തിലും ചെന്ന് തലയിടും. അതിലെല്ലാത്തിലും എന്തൊക്കെ അവൻ ആക്ടിവിറ്റീസ് കാണിക്കാൻ പറ്റുമോ ആ ആക്ടിവിറ്റീസ് എല്ലാം കാണിക്കും. ആര്? നട്കഡ്, ഇളയ അനിയനായ നട്കഡ്. നട്കഡ് ഇതുകൊണ്ടാണ് ലേറ്റാകുന്നത്. ചട്പട് ഈ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാതെ മര്യാദയ്ക്ക് നടന്നു പോകും. അതുകൊണ്ടാണ് അവൻ വേഗത്തിൽ നടന്നു പോകുന്നു എന്ന് പറഞ്ഞത്. ഏക് ദിൻ, ഒരു ദിവസം, നട്കഡിനെ ഹത് ഹി കർദി, നട്കഡ് എല്ലാ അതിരുകളും ലംഘിച്ചു. പരിധി വിട്ട് എന്തൊക്കെയോ ചെയ്തു നട്കഡ്. എന്ത് ചെയ്തു? താ നോക്കാം. ദോനും ഭായി സ്കൂൾ സെ ലൗട്ട് രഹത്തെ. ദോനും ഭായി, രണ്ട് സഹോദരന്മാരും, സ്കൂളിൽ നിന്ന്, ലൗട്ട് രഹത്തെ, തിരിച്ചു വരികയായിരുന്നു. രണ്ട് സഹോദരന്മാർ, അതായത് ചട്പടും നട്കഡും സ്കൂളിൽ നിന്ന് തിരിച്ചു വരികയായിരുന്നു. നദി കാ പുൽ ആയ, നദി ഉണ്ടായിരുന്നല്ലോ, നമ്മൾ പറഞ്ഞതൊക്കെ ഓർമ്മയില്ലേ? കുളം, നദി എന്നൊക്കെ പറഞ്ഞ് കുറച്ച് പഠിച്ചായിരുന്നല്ലോ അല്ലേ? അപ്പോൾ അതിൽ നദിയുടെ അടുത്തെത്തി. നദിയുടെ എന്ത്? പുൽ ആയ, പുൽ, നദിക്ക് കുറുകെ പാലമുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോ നദിയുടെ പാലത്തിൻ്റെ അടുത്തെത്തി. तो नटखट पुल पर चढ़ने के बजाय नीचे उतर गया और नदी किनारे जा पहुंचा. അപ്പം നട്കഡ് എന്താ ചെയ്തതെന്ന് നോക്കിയേ. നട്കഡ് പുൽ പർ ചടനേക്കെ ബജായ്, പുൽ പർ ചടന, പാലത്തിൽ കയറുക. അപ്പോൾ പാലത്തിൽ കയറുന്നതിന് പകരം, കെ ബജായ്, അതിന് പകരമായിട്ട് അവൻ എന്താ ചെയ്തത്? നീച്ചെ ഉതർഗയ, താഴേക്ക് പോയി. നദിക്ക് കുറുകെ പാലമുണ്ട്, അത് കടന്നാണ് ഇവർക്ക് പോകേണ്ടത്. നട്കഡ് പക്ഷേ പാലത്തിൽ കയറിയില്ല, അതിന് പകരം അവൻ താഴോട്ട് പോയി. और नदी किनारे जा पहुंचे, താഴോട്ടിറങ്ങി നദിയുടെ തീരത്തേക്ക് പോയി. बस्ते में पहले से बनाकर डगी हुई कागज़ की 2 नावें निकाली.
और एक करके बहते पानी में छोड़ दी. അവൻ എന്താ ചെയ്തതെന്ന് നോക്കിയാൽ നദിയുടെ അടുത്ത് പോയിട്ട് ബസ്ത ബാഗിൽ പഹലേസെ ബനാക്കർ രഖി ഹുയി നേരത്തെ തന്നെ ഉണ്ടാക്കി വച്ചിരുന്ന കാഗസ് കി ദോ നാവേം കടലാസ് കൊണ്ടുള്ള 2 തോണികൾ, കടലാസ് വള്ളങ്ങൾ, പേപ്പർ ബോട്ട്സ് അതെടുത്തു. നികാലി ഓർ എന്നിട്ട് ഏക് കർക്കെ ഓരോന്നോരോന്നായി ബഹ്തി പാനിമേൻ ചോടുതി ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ ബാഗിൽ നേരത്തെ തന്നെ പേപ്പർ ബോട്ടുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്ന 2 പേപ്പർ ബോട്ടുകൾ എടുത്തിട്ട് നദിയിലെ വെള്ളം ഒഴുകുകയില്ലേ അതിലകത്തേക്ക് ഇട്ട് കൊടുത്തു. നാവേം ബഹിച്ചലിയും പേപ്പർ ബോട്ട്സ് ഒഴുകിപ്പോയി. തോ നട്കട് കുശ് ഹോക്കർ താലി ബജാനെ ലഗ പേപ്പർ ബോട്ട് ഒഴുകി പോകുന്ന കണ്ടപ്പോൾ നട്കടിന് സന്തോഷമായി. നട്കട് താലി ബജാനെ ലഗ കൈ കൊട്ടാൻ തുടങ്ങി. താലി ബജാന കൈ കൊട്ടുക. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. 2 പേരും കൂടി സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ചട്പടും നട്കടും കൂടി നടന്നു വരുന്ന വഴിക്ക് ചട്പട് പാലത്തിൽ കയറി നടന്നു പോയി. നട്കട് എന്താ ചെയ്തേ? പാലത്തിൽ കയറുന്നതിന് പകരം താഴേക്ക് പോയി, നദിയുടെ തീരത്തേക്ക് പോയി. എന്നിട്ട് ബാഗിലുണ്ടായിരുന്ന പേപ്പർ ബോട്ട്സ് എടുത്ത് നദിയിലേക്ക് ഇട്ട് കൊടുത്തു. അതൊഴുകി പോകുന്നത് കണ്ടപ്പോൾ നട്കടിന് സന്തോഷമായി. നട്കട് അവിടെ നിന്ന് കൈകൊട്ടി. ഉദർ പുൽപ്പർ പഹുഞ്ചുകെ ചട്പടിനെ പീച്ചെ മുടുക്കർ ദേക്ക പക്ഷേ പുൽപ്പർ പഹുഞ്ചുകെ പാലത്തിൽ കയറി നടന്നു പോയ ചട്പടുണ്ടല്ലോ, ആ ചട്പട് പീച്ചെ മുടുക്കർ ദേക്ക പിന്നിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ നട്കട് നഹീദിക നട്കടിനെ കണ്ടില്ല. അവൻ താഴോട്ട് ഇറങ്ങിപ്പോയില്ലേ. അപ്പോൾ ചട്പട് നടന്നു പോയിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ നട്കടിനെ കണ്ടില്ല. ചട്പട് കബരാകയ ചട്പട് പേടിച്ചു പോയി. ഈ നട്കട് എവിടെ പോയെന്ന് അങ്ങനെ അറിയാം? തൊട്ട് പിറകെ ഉണ്ടായിരുന്നതാ. ഇപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നില്ല. സോ ചട്പട് പേടിച്ചു പോയി. കബരാകയ കി നട്കട് കഹാങ്കയ നട്കട് എവിടെ പോയി എന്നോർത്തിട്ട് ചട്പട് പേടിച്ചു. താലി ബജാനേക്ക് ആവാസ് സുൻകർ നീച്ചെ ദേക്ക അങ്ങനെ വിഷമിച്ച് നിന്ന സമയത്താണ് കൈ കൊട്ടുന്ന ശബ്ദം കേട്ടത്. താലി ബജാനേക്ക് ആവാസ് ആ ആവാസ് സുൻകർ ആ ആവാസ് കേട്ടിട്ട് ശബ്ദം കേട്ടിട്ട് കൈ കൊട്ടുന്ന ശബ്ദം കേട്ടിട്ട് നീച്ചെ ദേക്ക താഴേക്ക് നോക്കി. ആര് നോക്കി? ചട്പട് നോക്കിയപ്പോൾ ആരെ കണ്ടു? നട്കടിനെ കണ്ടു. നട്കട് താഴെ പോയി വെള്ളം ഒഴുക്കി കളിച്ചുകൊണ്ട് കൈ കൊട്ടുകയാണല്ലോ. അപ്പോൾ ചട്പട് കൈ കൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ നോക്കിയപ്പോൾ നട്കടിനെ കണ്ടു. തോ നട്കട് നീച്ചെ നദി കിനാരെ കടാതിയ നോക്കിയപ്പോൾ എന്താ കണ്ടത്? ചട്പട് താഴെ നദിയുടെ തീരത്ത് നിൽക്കുന്നു. ചട്പട് കോ ഉസ് പർ ബഡ ഗുസ്സ ആയ ഇത് കണ്ടപ്പോൾ ചട്പടിന് ഉസ് പർ ബഡ ഗുസ്സ ആയ അവനോട് നല്ല ദേഷ്യം തോന്നി. ബഡ ഗുസ്സ ദേഷ്യം, നല്ല ദേഷ്യം തോന്നി. ജോർസ് ജില്ലാക്കർ ബോല വളരെ ഉറക്കെ ബഹളം വെച്ചുകൊണ്ട് ചോദിച്ചു. അരേ ചോട്ടെ തും വഹാ നീച്ചെ ക്യാ കർ രഹേ ഹോ ചെറുക്ക നീ അവിടെ താഴെ എന്ത് ചെയ്യുവാ എന്ന് വളരെ ദേഷ്യത്തോടെ ചോദിച്ചു. നീ അവിടെ എന്ത് ചെയ്യുവാടാ എന്ന് ചട്പട് നട്കടിനോട് ദേഷ്യത്തോടെ ചോദിച്ചു, ഉറക്കെ വിളിച്ചു ചോദിച്ചു. നട്കടിനെ ചൗക്കർ ഊപ്പർ ദേക്ക ഇത്രയും വലിയ ബഹളം കേട്ടപ്പോൾ നമ്മളെ നട്കട് പേടിച്ചു പോയി. നട്കട് എന്ത് ചെയ്തു? ചൗക്കർ പേടിച്ചിട്ട് ഞെട്ടിയിട്ട് ഊപ്പർ ദേക്ക മുകളിലേക്ക് നോക്കി. ഓർ നദി കിനാരെ രേഖ അപ്പന ബസ്ത ഉടാനെ കേലിയെ ചുക അങ്ങനെ മുകളിലോട്ട് നോക്കുന്നതിൻ്റെ കൂടെ തന്നെ അവൻ എന്താ ചെയ്തേ? നദിയുടെ തീരത്ത് വെച്ചിരുന്ന അവൻ്റെ ബാഗ് ഉണ്ടല്ലോ, ബസ്ത, അത് ഉടാനെ കേലി അത് എടുക്കുന്നതിന് വേണ്ടി ചുക കുനിഞ്ഞു. അപ്പോൾ ചട്പടിൻ്റെ ശബ്ദം കേട്ട് നട്കട് മേലേക്ക് നോക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ ബാഗ് എടുക്കാനായിട്ട് കുനിയുകയും ചെയ്തു. അചാനക് പെട്ടെന്ന് ഉസ്ക പാവ് ഫിസല അവൻ്റെ കാല് തന്നി. ഓർ വഹ് പാനിമേ ഗിർപട അവൻ വെള്ളത്തിലേക്ക് വീണു. നദിയുടെ തീരത്ത് വെച്ചിരുന്ന ബാഗ് എടുക്കാനായിട്ട് അവൻ കുനിഞ്ഞു. തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് കുനിഞ്ഞത്. അതുകൊണ്ട് തന്നെ കാല് തെന്നി അവൻ വെള്ളത്തിലേക്ക് വീണു. നട്കട് വെള്ളത്തിലേക്ക് വീണു. പാനിക ബഹാവ് തേസ്ത വെള്ളത്തിൻ്റെ ഒഴുക്ക് വളരെ വേഗത്തിലായിരുന്നു. ഒഴുക്ക് കൂടിയ നദിയായിരുന്നു. ഓർ നട്കട്കോ തൈർന നഹിയാത്ത അതുമല്ല നട്കടിന് നീന്താനും അറിയില്ല. എങ്ങനെ ഇരിക്കുന്നു? പാവം, വെള്ളത്തിൽ വീണു, നല്ല ഒഴുക്കുണ്ടായിരുന്നു, നീന്തലും അറിയില്ല. ചോട്ടാ സാഹി തോത ചെറിയ കുട്ടിയാണല്ലോ. ബഹുഗയ ഒഴുകിപ്പോയി. ഡൂബ്ത്തെ ഉദ്രാത്തെ തൂർ ജാനലക അങ്ങനെ മുങ്ങിയും പൊങ്ങിയും ഒക്കെ അവൻ ദൂരോട്ട് ഒഴുകിപ്പോയി. ഇതൊക്കെയാണ് സംഭവിച്ചത്. ചട്പട് തിരിഞ്ഞു നോക്കിയപ്പോൾ നട്കടിനെ കണ്ടില്ല. അങ്ങനെ ചട്പട് പേടിച്ചു. നട്കട് കൈ കൊട്ടുന്ന ശബ്ദം കേട്ടപ്പോൾ ചട്പട് താഴേക്ക് നോക്കി നട്കടിനെ കണ്ടു. ഉറക്കെ വിളിച്ച് ചോദിച്ചപ്പോൾ അത് കേട്ട് പേടിച്ചിട്ട് നട്കട് തിരിഞ്ഞു നോക്കിയ സമയത്ത് തന്നെ ബാഗ് എടുക്കാനായിട്ട് കുനിഞ്ഞു. അപ്പോൾ അവൻ കാല് തന്നെ വെള്ളത്തിലേക്ക് വീണു. അവന് നീന്താൻ അറിയില്ല, വെള്ളത്തിനാണെങ്കിൽ നല്ല ഒഴുക്കുമുണ്ട്. അങ്ങനെ അവൻ ഒഴുക്കിൽപ്പെട്ട് പോവുകയാണ്. ആരാണ്? നട്കട്. ബാക്കി നോക്കൂ. ചട്പട് കോ തൈർന ആത്താത്ത ചട്പടിന് നീന്താൻ അറിയാം. അപ്പോൾ ഇളയ നട്കടിന് മാത്രമേ നീന്താൻ അറിയാത്തതായിട്ടുള്ളൂ. നമ്മുടെ ചട്പടിന് നീന്താൻ അറിയാം. ഉസ്നെ ചട് അപ്പന ബസ്ത പീഡ് സെ ഉദാർക്കർ പുൽക്കെ മുണ്ടേർ പർ രഖ അവൻ വേഗം എന്താ ചെയ്തേ? ചട് പെട്ടെന്ന് അപ്പന ബസ്ത അവൻ്റെ ബാഗ് പീഡ് സെ ഉദാർക്കർ അവൻ്റെ തോളിലുണ്ടായിരുന്ന ബാഗ് താഴെ വച്ചിട്ട്
പുൽക്കി മുണ്ടേർ പർ രഖ, താഴെ വെച്ചില്ല, പുൽക്കി മുണ്ടേർ പർ, പാലത്തിൻ്റെ കൈവരി നേരത്തെ പറഞ്ഞിരുന്നല്ലോ അതിനകത്തേക്ക് വെച്ചു. ഓർ നദിമേം കൂത്പട, എന്നിട്ട് നദിയിലേക്ക് എടുത്ത് ചാടി. ദോടി ദൂർ തൈർനേക്കെ ബാദ്, കുറച്ച് ദൂരം നീന്തിയതിന് ശേഷം, ദോടി ദൂർ കുറച്ച് ദൂരം, തൈർനേക്കെ ബാദ് നീന്തിയതിന് ശേഷം, ഉസിനെ നടുക്കടുക്കോ പകടില്ല, അവന് നടുക്കടനെ പിടിക്കാൻ പറ്റി. ഓർ കിനാരെ പർ ലേ ആയ, എന്നിട്ട് തീരത്തേക്ക് പിടിച്ചു കൊണ്ടുവന്നു. ചട്പട്കോ ഇത്തന ഗുസ്സ ആരഹാദാക്കി നട്കട്കോ ദോ ചാപ്പട് ലഗായും, ചട്പടിന് നല്ല ദേഷ്യം വന്നു, ഇത്രയും ദേഷ്യം വന്നു, എത്രയും ദേഷ്യം, കി നട്കട്കോ ദോ ചാപ്പട് ലഗായി, നട്കടിന് 2 പൊട്ടിക്കാനുള്ള ദേഷ്യമുണ്ട് ചട്പടിന്, ഇത്രയും പോക്കരത്തരം കാണിച്ച് വെള്ളത്തിൽ ഒഴുകി പോവുക ചെയ്തു. അതുകൊണ്ട് തന്നെ ചട്പടിന് നല്ല ദേഷ്യമുണ്ട്. पर नटखट इतना डरा और घबराया हुआ था कि उसे छोटे भाई पर प्यार आ गया. പക്ഷേ നട്കടിനെ നോക്കിയപ്പോൾ നട്കട് എന്ത് ഇരിക്കുക, ഇത്തിന ഡര, നട്കടാണെങ്കിൽ നന്നായിട്ട് പേടിച്ചിരിക്കുക, പേടിച്ച്, ഡര ഓർ ഖബരായ ഹുവ, ഡര ഖബരായ രണ്ടിൻ്റെ മീനിങ് പേടിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ നട്കട് നന്നായിട്ട് പേടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വഴക്ക് പറയണമെന്നും 2 അടി അടിക്കണമെന്നൊക്കെ ചട്പടിന് തോന്നി. പക്ഷേ നട്കടിൻ്റെ വിഷമവും പേടിയൊക്കെ കണ്ടപ്പോൾ ചട്പടിന് ചോട്ടെ ഭായി പർ പ്യാർ ആ ഗയ, അനിയനോട് സ്നേഹം തോന്നി. അപ്പോൾ വഴക്ക് പറയാൻ പറ്റിയില്ല, വഴക്ക് പറയാനോ അടിക്കാനോ ഒന്നും പറ്റിയില്ല. അവൻ്റെ പേടി കണ്ടപ്പോൾ അവനോട് കുറച്ച് സ്നേഹം തോന്നിപ്പോയി. ഉസ്നെ നട്കട് കാ ഹാത്ത് പകടെ പകടെ ഉസ്കാ ബസ്ത ഉടായ ഓർ പുൽ തക് പഹുഞ്ചാനെ വാലി ചടായി ചടനെ ലഗ. അങ്ങനെ അവൻ വഴക്കൊന്നും പറഞ്ഞില്ല, അടിച്ചതുമില്ല. നട്കട് കാ ഹാത്ത് പകടെ പകടെ, നട്കടിൻ്റെ കൈ പിടിച്ചുകൊണ്ട്, ഉസ്കാ ബസ്ത ഉടായ, അവൻ്റെ ബാഗ് എടുത്തു. നദിയുടെ തീരത്ത് അങ്ങോട്ട് വച്ചിരിക്കുകയായിരുന്നല്ലോ അവൻ്റെ ബാഗ്. അങ്ങനെ അവൻ്റെ കൈ പിടിച്ചിട്ട് ബാഗും എടുത്തു. ഓർ പുൽ തക് പഹുഞ്ചാനെ വാലി ചടായി ചടനെ ലഗ, എന്നിട്ട് പാലത്തിൻ്റെ അടുത്തേക്കുള്ള ആ ഒരു കയറ്റമുണ്ട്, അത് കയറാനായിട്ട് തുടങ്ങി. പുൽ പർ പഹുഞ്ചാഹി താക്കി നട്കട് അചാനക് ഗല ഫാട്ട് കർ ഡോനെ ലഗ. പുൽ പർ പഹുഞ്ചാഹിദ, പാലത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും നട്കട് അചാനക്, നട്കട് പെട്ടെന്ന്, ഗല ഫാട്ട് കർ ഡോനെ ലഗ, തൊണ്ട തുറന്ന് കരയാൻ തുടങ്ങി. ഭയങ്കര കരച്ചിൽ, വളരെ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ചട്പട് ചോദിച്ചു, അബ് തോ തും ബഗ് ജാനെ സെ ബച്ച് ഗയേ ഹോ ഫിർ ക്യോ രോ രഹേ ഹോ, നീ ഇപ്പോഴല്ലേ ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ടത്, പിന്നെന്തിനാ നീ കരയുന്നേ, ഒഴുക്കിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നല്ലോ, പിന്നെന്തിനാ കരയുന്നേ എന്ന് ചോദിച്ചു. നട്കടിനെ രോത്തെ രോത്തെ കഹ, അപ്പം നട്കട് കരഞ്ഞുകൊണ്ട് ചോദിച്ചു, തും കർ ജാക്കർ മാം സേ മേരി ശിക്കായത് കരോगे, നീ വീട്ടിൽ പോയി അമ്മയോട് എൻ്റെ പരാതി പറയത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനാണ് നമ്മുടെ നട്കട് കരഞ്ഞത്. നട്കടിനെ എങ്ങനെയൊക്കെയോ ചട്പട് പോയി രക്ഷിച്ചുകൊണ്ട് വന്നു. ബാഗൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ച് പാലത്തിൻ്റെ അടുത്തേക്ക് കൊണ്ടുവന്നു. അടുത്തെത്താറായപ്പോൾ നട്കട് കരയാൻ തുടങ്ങി. കാരണം ചോദിച്ചപ്പോൾ പറയുക, നീ അമ്മയോട് പോയി പരാതി പറയത്തില്ല എന്നെക്കുറിച്ച്, അതുകൊണ്ടാണ് കരയുന്നതാണ്. അഗർനെ കരൂ തോ ജോ കഹോ നട്കട് കാരോ ന ബന്ദ് ഹോ ഗയ, അങ്ങനെ ചെയ്യണ്ടെങ്കിൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അഗർനെ കരൂം, അങ്ങനെ പറയണ്ടെങ്കിൽ, പരാതി പറയെങ്കിൽ, എങ്കിലോ എന്ന് ചോദിച്ചു. തോ ജോ കഹോ, എന്നാ പറയാതിരിക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് നട്കട് ചോദിച്ചു. അങ്ങനെ ചട്പട് പറയാണ്, മുझे കാഗസ് കി നാവ് ബനാന നഹി ആത്ത തും സിഖാ ദോഗേ, എനിക്ക് പേപ്പർ കൊണ്ട് ബോട്ട് ഉണ്ടാക്കാൻ അറിയത്തില്ല, നിനക്ക് അതെനിക്ക് പഠിപ്പിച്ചു തരാൻ പറ്റൂ എന്ന് ചട്പട് നട്കടിനോട് ചോദിച്ചു. ഹാ ഉസ്മേ ക്യാ ഹേ, ഓ അതിനെന്താ, പഠിപ്പിച്ചു തരാമല്ലോ, നട്കട് സമ്മതിച്ചു. പർ മുझे തൈർന നഹി ആത്ത തും സിഖാ ദോഗേ, പക്ഷേ എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ, അത് എന്നെയും പഠിപ്പിച്ചു തരണം. അങ്ങനെ നട്കട് പറഞ്ഞു. എന്താ സംഭവിച്ചവിടെ? ചട്പട് പറഞ്ഞു, ഞാൻ അമ്മയോട് നിന്നെക്കുറിച്ച് പരാതി പറയാതിരിക്കാം, പക്ഷേ ഒരു കാര്യമുണ്ട്, പേപ്പർ ബോട്ട് ഉണ്ടാക്കാൻ എന്നെ പഠിപ്പിച്ചു തരണം. അപ്പോൾ അത് കേട്ടപ്പോൾ നട്കട് പറഞ്ഞു, ഓ അത് ഞാൻ പഠിപ്പിച്ചു തരാം, അതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഒരു കാര്യം എനിക്കും ചെയ്തു തരണം, നിനക്ക് നീന്താൻ അറിയാം, എനിക്ക് നീന്താൻ അറിഞ്ഞുകൂടാ, അപ്പോൾ നീ എന്നെ നീന്താൻ പഠിപ്പിക്കണം എന്ന് പറഞ്ഞു. ഹാ ഉസ്മേ ക്യാ ഹേ, ഓ അതിനെന്താ, നേരത്തെ നമ്മുടെ നട്കട് പറഞ്ഞതുപോലെ തന്നെ ചട്പടും ചോദിച്ചു, അതിനിപ്പോൾ എന്താ, ഞാൻ പഠിപ്പിച്ചു തരാമല്ലോ. ചട്പടിനെ മുസ്കുരാത്തെ ഹുയ, ചട്പട് ചിരിച്ചുകൊണ്ട് നട്കട് ശബ്ദമെങ്കിൽ നഗൽക്കി, നട്കട് പറഞ്ഞ അതേ വാക്കുകൾ കോപ്പി ചെയ്തു, അതുപോലെ തന്നെ ഓ അതിനിപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഓർ ദോനോം ഫായി ഹസ്ബഡ്, എന്നിട്ട് 2 സഹോദരന്മാരും ചിരിച്ചു, അവർ ഹാപ്പിയായി, അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കോംപ്രമൈസായി. ഇനിയിപ്പോൾ അമ്മയോട് പരാതിയൊന്നും പറയത്തില്ല, 2 പേരുടെയും കാര്യങ്ങൾ സാധിക്കാൻ പറ്റും. ഒരാൾക്ക് നീന്തൽ പഠിക്കാനും പറ്റും, മറ്റേ ആൾക്ക് പേപ്പർ ബോട്ട് ഉണ്ടാക്കാനും പഠിക്കാൻ പറ്റും. ലേക്കിൻ ചട്പട് ने नटखट का बस्ता उससे पकड़ा कर पुल की मुंडेर पर से अपना बस्ता उड़ाया. ഇപ്പോൾ ചട്പടിൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് നട്കടിൻ്റെ ബാഗാണ്. നദിയുടെ തീരത്തൊന്നും എടുത്തുകൊണ്ട് വന്നില്ല, അവനെയും പിടിച്ച് ബാഗ് എടുത്തുകൊണ്ടല്ലേ വന്നേ. ചട്പടിൻ്റെ ബാഗ് മുകളിൽ പാലത്തിൻ്റെ കൈവരിയിൽ തൂക്കിയിട്ടേക്കല്ലേ. അപ്പോൾ ചട്പട് എന്താ ചെയ്തേ, നട്കട് കാ ബസ്ത, നട്കടിൻ്റെ ബാഗ് ഉസ്സേ പകടാക്കർ, അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട്, പുൽക്കി മുണ്ടേർ പെർസെ, പാലത്തിൻ്റെ കൈവരിയിൽ നിന്ന് അപ്ന ബസ്ത ഉടായ, അവൻ്റെ ബാഗ് എടുത്തു. നട്കടിൻ്റെ ബാഗ് നട്കടൻ തന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് ചട്പട് പാലത്തിൻ്റെ മുകളിൽ നിന്ന് അവൻ്റെ സ്വന്തം ബാഗ് എടുത്തു. തോ ഏകദം ചിന്തിത് ഹോക്കർ പോല, എന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, അരേ ചോട്ടെ,
ഹം ദോനോങ്കോ കപടെ ഫേക് ഗയേ ഹേ. എടാ നമ്മുടെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുകയല്ലേ. ഹമീ ഫേകെ കപ്പടോമേം ദേഖ് മാം പൂച്ചെങ്കി തോ ക്യാ കഹേങ്കെ. അപ്പോൾ നമ്മുടെ നനഞ്ഞ ഡ്രസ്സ് കണ്ടിട്ട് അമ്മ എന്തെങ്കിലും ചോദിച്ചാൽ നമ്മൾ എന്ത് പറയും എന്ന് ചട്പട് ചോദിച്ചു. ഹാ ബഡേ അബ്. അപ്പം നട്കട് പറയാ ഏക് പൽ സോച്ചവർ പോലെ. ഒരു നിമിഷം ഒന്ന് ആലോചിച്ചിട്ട് നട്കട് പറയുകയാണ്, ആവോ വാ ഡൗട്ട് ലഗാത്തെ നമുക്ക് ഓട്ടം തുടങ്ങാം. കബഡെ അപ്പിനെ ആപ്പ് സൂഖ് ജായേഗി. ഓടിപ്പോയി കഴിഞ്ഞാൽ ഡ്രസ്സ് താനെ ഉണങ്ങിക്കോളും. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, വീട്ടിൽ എത്തുമ്പോഴത്തേക്കും ഡ്രസ്സൊക്കെ ഉണങ്ങിക്കോളും എന്ന് പറഞ്ഞു. ഹാ ഏട്ടേക്ക് എന്നാൽ ശരി. ചട്പട്ടിനെ അപ്പിനെ ബെസ്ത പീഡ് പെർ ഡാങ്തേ ഹുവേ കാ. അങ്ങനെ ചട്പട് അവൻ്റെ ബാഗ് തോളിൽ തൂക്കിയിട്ട് പറഞ്ഞു, എന്നാൽ ശരി നമുക്ക് ഓടാം. നട്കടിനെ ഫി അപ്പിനെ ബെസ്ത പീഡ് പെർ ഡാങ്ക് ലിയ. അപ്പോൾ തന്നെ നമ്മുടെ നട്കടും അവൻ്റെ ബാഗും തോളിലേക്ക് ഇട്ടു. और चटपट के बराबर खड़े होकर दौड़ शुरू करने के अंदाज में बोला. എന്നിട്ട് എന്ത് ചെയ്തു, ചട്പടിൻ്റെ നേരെ ചട്പടും നട്കടും കൂടി തുല്യമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഓട്ടം തുടങ്ങാനായിട്ട് രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. ശുരു കർണയൊക്കെ ഓട്ടം തുടങ്ങുന്നതിന് വേണ്ടി അവർ നിൽക്കുക. എന്നിട്ട് അവർ എണ്ണാൻ തുടങ്ങി. കൗണ്ട് ഡൗൺ ഒക്കെ കൊടുത്തിട്ടാണ് ഓടുന്നത് കേട്ടോ. 1 2 3 1 2 3 എന്നൊക്കെ പറഞ്ഞിട്ട് ദോനോ ദൗഡ് പടേ, രണ്ടുപേരും ഓടാൻ തുടങ്ങി. ആകെ പീച്ചെ നഹി, മുന്നിലും പിറകിലോട്ടൊന്നും അല്ല, നേരത്തെ പോലെ മുമ്പിലും പിറകിലോട്ടൊന്നും അല്ല. ഏക് ദൂസരേക്ക് ഹാത്ത് പകടെ, പരസ്പരം കൈ പിടിച്ചുകൊണ്ട്, ഏക് ദൂസരേക്ക് ഒരാൾ മറ്റൊരാളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട്, സാത്ത് സാത്ത് ഒരുമിച്ചാണ് അവർ ഓടുന്നത്. ഇത്രയും നേരം എങ്ങനെയായിരുന്നു, പലരും പല വഴിക്കായിരുന്നില്ലേ. രണ്ടുപേരും, ഒരാൾ മുമ്പേ ചട്പട് വളരെ നേരത്തെ നടന്നു പോകുമായിരുന്നു, വേഗത്തിൽ നടന്നു പോകുമായിരുന്നു. നട്കടാണെങ്കിൽ വളരെ പിറകെ അവനെ കൊണ്ട് പറ്റുന്ന പോക്രത്തരങ്ങളെല്ലാം കാണിച്ച് പതുക്കെ പതുക്കെ വരുമായിരുന്നു. പക്ഷേ ഇപ്പം രണ്ടുപേരും എല്ലാം പറഞ്ഞ് കോംപ്രമൈസാക്കി ഒരുമിച്ച് കൈ പിടിച്ച് ഓടുകയാണ്. 10ാമത്തെ പേജാണ്. സർദിയോ മഫി ശുരു നഹി ഹുയി തി. സർദി മീൻസ് വിൻ്റർ സീസൺ, തണുപ്പ് കാലമാണേ. അപ്പോൾ തണുപ്പ് കാലം അഫി ഇപ്പോഴും, ശുരു നഹി ഹുയി തി ശുരു ആരംഭിക്കുക, നഹി ഇല്ല. അപ്പോൾ ശുരു നഹി ഹുയി തി ഇതുവരെയും തുടങ്ങിയിട്ടില്ല, തണുപ്പ് കാലം തുടങ്ങിയിട്ടില്ല. മൗസം സാഫ്ത, സീസൺ വളരെ ക്ലീൻ ആയിരുന്നു, ഒരു നോർമലായിട്ടുള്ള കാലാവസ്ഥയായിരുന്നു. ചട്കീലി ധൂപ്പ് നികലി ഹുയി തി. ചട്കീലി തിളക്കമുള്ള ബ്രൈറ്റായിട്ടുള്ള, ധൂപ്പ് വെയിൽ, നികലി ഹുയി തി നല്ല തിളക്കമുള്ള വെയിലൊക്കെ ഉണ്ടായിരുന്നു. ദോനും വൈ മജേമി ദൗഡ്തേ ചലേഗി. രണ്ടുപേരും, രണ്ട് സഹോദരന്മാരും കൂടി മജേമയും വളരെ സന്തോഷത്തോടെ ദൗഡ്തേ ചലേഗി ഓടിപ്പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. നാലാ പാർക്കിയ, തോട് കടന്നുപോയി. ബാഗ് പാർക്കിയ, തോട്ടം കടന്നുപോയി. കേത്ത് പാർക്കിയ, വയൽ കടന്നുപോയി. അപ്പോൾ പോകുന്ന വഴിക്ക് എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. തോട്, തോട്ടം, വയൽ, ഇതൊക്കെ കഴിഞ്ഞു. ബർഗത് കോഫി പീച്ചെ ചോടുത്തിയ, മരത്തിനെ അവരെ പിന്നിലാക്കി. ഒരു ആൽമരം ഉണ്ടായിരുന്നു, അതിനെയും പിന്നിലാക്കി. അതും കഴിഞ്ഞവർ ഓടിപ്പോവുകയാണ്. അപ്പോൾ എല്ലാത്തിനെയും പിന്നിലാക്കിക്കൊണ്ട് ഇവർ രണ്ടുപേരും കൂടി ഓടുകയാണ്, ചട്പടും നട്കടും. ലേക്കിൻ പക്ഷേ, പോക്കർത്തെ പഹുഞ്ചത്തെ പോക്കർ വരെ എത്തിയപ്പോൾ, പോക്കർ എന്തായിരുന്നു, കുളം. കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും ദോനവും രണ്ടുപേരും ദഗ്ഗയെ ഓർ രുക്കെ, രണ്ടുപേരും ദഗ്ഗയെ ക്ഷീണിച്ചു പോയി, ഓർ രുക്കെ രണ്ടുപേരും നിന്നു, രണ്ടുപേരും തളർന്നു നിന്നു. കുളത്തിൻ്റെ അടും വരെ ഓടിപ്പോയി, പക്ഷേ കുളത്തിൻ്റെ അടുത്ത് എത്തിയപ്പോഴത്തേക്കും രണ്ടുപേരും ക്ഷീണിച്ച് നിന്നു. കപ്പടെ സൂഖ് ഗയെ ചോട്ടെ ചട്പടിനെ ഹാഫ്തെ ഹുയെ ലേക്കിൻ കുഷ് ഹോത്തെ ഹുയെ കഹാ. കപ്പടെ സൂഖ് ഗയെ ചോട്ടെ അനിയനെ വിളിച്ചിട്ട് പറയാണ്, കപ്പടെ സൂഖ് ഗയെ, ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട് എന്ന് അനിയനെ വിളിച്ച് പറഞ്ഞു. ആര്, ചട്പട് എങ്ങനെയാണ് പറഞ്ഞേ, ഹാഫ്തെ ഹുയെ, കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്. അവർ ഓടിയല്ലേ വന്നേ, അപ്പോൾ കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്. ലേക്കിൻ കുഷ് ഹോത്തെ ഹുയെ, പക്ഷേ സന്തോഷത്തോടെ. കിതച്ചുകൊണ്ടാണ് പറഞ്ഞത്, അതുപോലെ സന്തോഷത്തോടെയുമാണ് പറഞ്ഞത്. എടാ അനിയ, നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി കേട്ടോ എന്ന് പറഞ്ഞു ചട്പട്. ബഡേ വാക്കൈ, ശരിയാ ചേട്ടാ, ഉണങ്ങിയിട്ടുണ്ട്, യഥാർത്ഥത്തിൽ നമ്മുടെ ഡ്രസ്സൊക്കെ ഉണങ്ങി എന്ന് ആര് പറഞ്ഞു, നട്കട്, ഇളയാനിയും പറഞ്ഞു. കപടത്തോ സൂക്കെ, ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്, ശരിയാ. നട്കട് നെഫി കുഷ് ഹോക്കർ കഹ, നട്കടും സന്തോഷത്തോടെയാണ് പറഞ്ഞത് ഡ്രസ്സ് ഉണങ്ങിയെന്ന്. തഫി നട്കട് കോ പോക്കർ കിനാരയേക്ക് ചിക്കിനി ഗിഡ്ഡിയത് ഗായിപ്പടി. പക്ഷെ അപ്പോൾ നട്കടിന് പോക്കർ കിനാരെ, കുളത്തിൻ്റെ തീരത്ത് ഒരു ചിക്കിനി ഗിഡ്ഡി കണ്ടു നട്കട്. ചിക്കിനി ഗിഡ്ഡി എന്താണ്, ചിക്കിനി തിളക്കമുള്ളത്, ഗിഡ്ഡി എന്ന് പറഞ്ഞാൽ കല്ല്, കല്ലിൻ്റെ ചെറിയ പീസാണ്, കല്ലിൻ്റെ കഷ്ണമാണ് ഗിഡ്ഡി. അപ്പോൾ തിളക്കമുള്ള ഒരു കല്ലിൻ്റെ കഷ്ണം ആര് കണ്ടു, നട്കട് കണ്ടു. നട്കടിനെ ഉസേ ഉഡാലിയ, നട്കട് അത് എടുത്തു, ഉഡാലിയ. എന്നിട്ട് എന്താ ചെയ്തതെന്ന് നോക്കിയേ, തിർച്ചേ ഹോക്കർ, ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു നിന്നിട്ട് ഉസേ ഇസ് തരഫ് ഫേങ്ക, അതിനെ എറിഞ്ഞു. എങ്ങനെ എറിഞ്ഞ്, ഇസ് തരഫ്, ഈ രീതിയിൽ എറിഞ്ഞു. ഏത് രീതിയിൽ നോക്കിയേ, ഗിഡ്ഡി പാനിക്ക് സതഹ് പർ ഉചൽത്തി ഹുയി ദൂർ തക് ചലി ഗയി. എറിയുന്ന കല്ല് വെള്ളത്തിൻ്റെ മുകളിലൂടെ, വെള്ളത്തിൻ്റെ ഉപരിതലത്തിലൂടെ, സർഫസിലൂടെ തെന്നി നീങ്ങുന്ന രീതിയിലൊരു കല്ലെറിയൊക്കെ ഉണ്ടല്ലോ കുളത്തിലോട്ടൊക്കെ,
അതായത് കല്ലെടുത്ത് എറിയും, വെള്ളത്തിൽ മുങ്ങി പോകത്തില്ല, മുകളിലൂടെ ഇങ്ങനെ പോകുന്നൊരു പരിപാടിയില്ലേ, അങ്ങനെ കുമിളകളൊക്കെ ഉണ്ടാക്കിയിട്ട് പോകത്തില്ലേ, ആ രീതിയിൽ ആരെറിഞ്ഞു? നട്കഡ്. അങ്ങനെ പോകുന്ന രീതിയിൽ നട്കഡ് കല്ലെടുത്ത് കുളത്തിലേക്ക് എറിഞ്ഞു. ദേക്കാ ദേക്കി ചട്പട് നെഫി ഏക ഗിഡ്ഡിയെ ഉടാക്കർ ഫേങ്തി. ഇത് കണ്ടപ്പോൾ നമ്മുടെ ചട്പടിനും ഇതുപോലെ കല്ലെടുത്ത് എറിയണമെന്ന് തോന്നി. ആദ്യം എറിഞ്ഞത് നട്കഡായിരുന്നു, ഇളയാളായിരുന്നു. പക്ഷേ ഇത് കണ്ടപ്പോൾ നമ്മുടെ ചേട്ടനായ ചട്പടിനും ഇതുപോലെ കല്ലെടുത്ത് എറിയാൻ തോന്നി. അവനും എന്ത് ചെയ്തു? ഏക ഗിഡ്ഡിയെ ഉടാക്കർ, ഒരു കല്ലെടുത്തിട്ട് ഫേങ്തി, അതുപോലെ എറിഞ്ഞു. ലേക്കിൻ പക്ഷേ എന്തു പറ്റി? ഉസ്കി ഗിഡ്ഡിയെ ഏകദം പാനിയമേം ഗുഡ് ഹോഗൈ. അവൻ എറിഞ്ഞ കല്ല് അപ്പോൾ തന്നെ വെള്ളത്തിൽ താഴ്ന്നുപോയി, ഡിസപ്പിയർഡ്, അപ്രത്യക്ഷമായി പോയി. ഗുഡുപ്പിൻ്റെ മീനിങ് അപ്രത്യക്ഷമാവുക എന്നാണ്. ഏകദം പെട്ടെന്ന് അപ്പോഴും തന്നെ എടുത്തെറിഞ്ഞ കല്ല് അപ്പോൾ തന്നെ വെള്ളത്തിൽ മുങ്ങിപ്പോയി. ചട്പട് എറിഞ്ഞ കല്ല് അതുപോലെ ഉപരിതലത്തിലൂടെ പോയില്ല, വെള്ളത്തിനടിയിലേക്ക് മുങ്ങിപ്പോയി. ബെഡേ തുംകോ ഗിഡ്ഡി പൈരാന നഹി ആത്ത. അപ്പോൾ നട്കഡ് പറയുകയാണ്, ബെഡേ തുംകോ ഗിഡ്ഡി പൈരാന നഹി ആത്ത. അപ്പോൾ ചേട്ടാ, നിനക്ക് ഗിഡ്ഡി പൈരാന നഹി ആത്ത, കല്ല് ഇങ്ങനെ എറിയാൻ അറിയത്തില്ല, കല്ല് ചാടിക്കുക അല്ലെങ്കിൽ തുള്ളിക്കുക എന്നൊക്കെയാണ് പൈരാനയുടെ മീനിങ്. അപ്പോൾ എന്താ പറഞ്ഞേ? കല്ലിനെ തുള്ളിക്കുന്ന രീതിയിൽ എറിയാൻ നിങ്ങൾക്ക് അറിയത്തില്ല ചേട്ടാ എന്ന് ആരാ പറഞ്ഞേ? നട്കഡ്. ഹാ ചോട്ടെ, തും സിഖാ സക്തേ ഹോ. ശരിയാ അനിയ, നിനക്ക് ഒന്ന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ എന്നെ? അത് അങ്ങനെ കല്ലെറിയാൻ എന്നെ ഒന്ന് പഠിപ്പിക്കുമോ നീ എന്ന് ആര് ചോദിച്ചു? ചട്പട്. ക്യോ നഹി? ഓ, അതിനെന്താ പഠിപ്പിച്ചാൽ? അഫീലോ, ഇപ്പം നോക്കിയോ. നട്കഡിനെ ധ്യാൻ സെ നീച്ചെ ദേക്കർ. നട്കഡ് ഇത്രയും പറഞ്ഞിട്ട് ധ്യാൻ സെ, വളരെ ശ്രദ്ധയോടെ, നീച്ചെ ദേക്കർ, താഴെ നോക്കിയിട്ട്, ഏക്ക് ഗിഡ്ഡിയുടായി, ഒരു കല്ലെടുത്തു. നേരത്തെ എടുത്ത പോലത്തെ ഒരു കല്ലിൻ്റെ പീസ് നട്കഡ് എടുത്തു. ഓർ എന്നിട്ട് ചട്പടിക്കോ ദിഗാത്തെ ഹുവേ ബോല. ചട്പടിനെ നോക്കിക്കൊണ്ട്, ചട്പടിനെ കാണിച്ചുകൊണ്ട്, ആ കല്ല് ചട്പടിനെ കാണിച്ചുകൊണ്ട് പറഞ്ഞിട്ട്, നോക്കിക്കോണേ, ഞാൻ ചെയ്യുന്ന പോലെ നോക്കിക്കോണേ എന്ന് പറഞ്ഞിട്ട്, ഗിഡ്ഡി ഐസി ലോ ജോ ജ്യാദ ഫാരി ഓർ കുർദരി നഹോ. ഇങ്ങനെയുള്ള കല്ലാണ് എടുക്കേണ്ടത്. എങ്ങനെയുള്ള കല്ല്? ഒരുപാട് ഭാരമില്ലാതെ, ഒരുപാട് വെയിറ്റ് ഇല്ലാത്തതായിരിക്കണം. ഓർ കുർദുരി നഹോ. കുർദുരി റഫ് ആവരുത്, പരുക്കൻ കല്ലാവരുത്, പരുപരുത്ത കല്ലാവാൻ പാടില്ല, ഭാരമുള്ളതും ആവാൻ പാടില്ല. അത്തരത്തിലുള്ളൊരു കല്ല് നോക്കിയെടുക്കുക. ഹൽക്കി ഓർ ചിക്കനി ഹോ. വളരെ നേരിയതും വളരെ മിനുസമുള്ളതുമായിട്ടുള്ള ഒരു കല്ലാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള കല്ല് നോക്കിയെടുക്കുക എന്ന് നട്കഡ് ചട്പടിനോട് പറഞ്ഞു. ഓർ ഉസേ ഇസ് തരഹ് ഫേങ്കോ. എന്നിട്ട് അതിനെ ഈ രീതിയിൽ എറിയൂ എന്ന് പറഞ്ഞിട്ട് എറിഞ്ഞു കാണിച്ചു കൊടുത്തു നട്കഡ്. ലേക്കിൻ പക്ഷേ അബ് തക് ചട്പട് കാ ധ്യാൻ ബൺ ചുകാ താ. ഇപ്പോഴേക്കും നമ്മുടെ ചട്പടിൻ്റെ ശ്രദ്ധ മാറിക്കഴിഞ്ഞിരുന്നു. കല്ലെറിയേണ്ടത് എങ്ങനെയാണെന്ന് അനിയനോട് ചോദിച്ചു. അവൻ കല്ലെടുത്ത് എറിഞ്ഞ് കാണിച്ചു കൊടുത്തു. പക്ഷേ അത് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്കും ചട്പടിൻ്റെ ശ്രദ്ധ മാറിപ്പോയി. ചട്പട് വേറെ എങ്ങോട്ടോ പോയി. എങ്ങോട്ട് പോയില്ല, അവിടെ തന്നെ ഉണ്ട്. പക്ഷേ ചട്പടിൻ്റെ ശ്രദ്ധ വേറെ എങ്ങോട്ടോ മാറിപ്പോയി. അവൻ എന്താ നോക്കിയേ? വഹ് പോക്കർക്കെ പാനി പേർ തൈർത്തി ബതക്കോങ്കോ ധ്യാൻ സെ ദേഖ് രഹാ താ. അവൻ എന്ത് ചെയ്യുകയായിരുന്നു? പോക്കർക്കെ പാനി പേർ, കുളത്തിലെ വെള്ളത്തിൽ, തൈർത്തി നീന്തിക്കൊണ്ടിരുന്ന, ബതക്കോങ്കോ ധ്യാൻ സെ ദേഖ് രഹാ താ, താറാവുകളുണ്ടായിരുന്നല്ലോ ബതക്, അതിനെ വളരെ ശ്രദ്ധയോടെ ധ്യാൻ സെ ദേഖ് രഹാ താ, നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അനിയൻ കല്ലെടുത്ത് എറിയാൻ പഠിപ്പിക്കുന്ന ആ സമയത്ത് ചട്പട് എന്താ ചെയ്തേ? അത് ശ്രദ്ധിക്കാതെ മറ്റൊരു സ്ഥലത്തോട്ട് നോക്കിയിരുന്നു. എങ്ങോട്ടാണ് നോക്കിയിരുന്നത്? കുളത്തിൽ താറാവുകൾ നീന്തുന്നത് നോക്കി നിൽക്കുകയായിരുന്നു അവൻ. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ചട്പട് ഓർ നട്കഡിൻ്റെ സ്റ്റോറി. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആക്ടിവിറ്റീസ് കുറച്ച് ചെയ്യാനുണ്ട്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. സ്റ്റോറി ഇത്രയേ ഉള്ളൂ, തീർന്നിട്ടുണ്ടോ? ടാറ്റ.